നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കണ്ണീർ, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ, തലയെഴുത്ത് മാറ്റാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഉരുകിത്തീരുമ്പോഴും നാം ഓരോരുത്തരെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല. പക്ഷേ അത് നിങ്ങളിൽ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. പിന്നെയാകാം എന്ന് പിന്തിരിപ്പൻ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പിന്നിലാക്കുന്നത്. അവസരവാദികളായ ആളുകളുടെ സ്നേഹത്തിൽ ഒരു നന്മയും ഉണ്ടാവില്ല. കാറ്റിനെ പോലെ ഗതിക്കനുസരിച്ച് അവരും മാറിക്കൊണ്ടിരിക്കും. തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ പ്രതികാരമാണ് ഓരോ ചിരിയും. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നാണെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. വിജയം കൈവരിക്കുമ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല. സ്ഥിരതയാണ് പ്രധാനം. നിരന്തരമായ കഠിനാധ്വാനം ജീവിതത്തിലേക്ക് നയിക്കുന്നു. മഹത്വം പിന്നാലെ വരുന്നതാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. മൗനമായി നിൽക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്കും മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.